ഇന്ന് ഒരു ദോഷക്കഥയാവാമല്ലേ. ഞാനങ്ങ് മൈസൂരിലെത്തി. ഒരു ദിവസം പോലും വീട്ടിൽ വെറുതെ ഇരിക്കരുത് എന്ന് എനിക്കൊരു വാശിയുണ്ടെന്നും കുട്ടിക്കാം. എന്താണേലും മൈസൂരിലെത്തി. ടൂറ് പോകുന്ന ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന കുട്ടികളില്ലേ, സത്യം പറഞ്ഞാൽ അവരെ പോലെയാണ് ഞാൻ. ട്രിപ്പ് പോകുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിരാവിലെ എഴുന്നേറ്റ് അപ്പൻ്റെയും മോൻ്റെയും കണ്ണ് വെട്ടിച്ച് റൂമൊക്കെ പൂട്ടി ഞാൻ പുറത്തിറങ്ങും. തന്നെ ഒന്ന് നടക്കാൻ വേണ്ടിയാണ്. ഞാൻ പതിവ് ഇവിടെയും തെറ്റിച്ചില്ല. രാവിലെ എഴുന്നേറ്റ് നേരെ വിനായക മൈലാരി ദോശ തപ്പി കണ്ടുപിടിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചു. ദോശയും കിട്ടും, രാവിലെ ഒരു മോർണിംഗ് വാക്കും ആവും, രാവിലത്തെ മൈസൂറും ഒന്ന് കാണാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇത് ഇന്നലെ തുടങ്ങിയ കടയൊന്നുമല്ല. ഈ ദോശയുടെ കഥ 1940 ആരംഭിച്ചു. അന്നത്തെ മൈസൂരിലെ ഒരു ചെറിയ കുടുംബം സ്വന്തം രീതിയിൽ ഒരു പുത്തൻ ദോശ റെസിപ്പി വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ആ ദോശയാണ് വിനായക മൈലാരി ദോശ. വളരെ മൃദുവായും നേർത്ത ഒരു ബട്ടർലി ദോശ. സത്യം പറഞ്ഞാൽ ഇത് ദോശയാണോ അതോ അപ്പമാണോ എന്ന് കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഡൗട്ട് അടിക്കും. കാരണം എനിക്കും അത്ര കൃത്യമായിട്ട് അതിനെ തിരിച്ചറിയാൻ എനിക്കും പറ്റുന്നില്ല. പക്ഷെ എന്താണേലും നല്ല ബുദ്ധിയുള്ള ഏതോ മനുഷ്യനുണ്ടാക്കിയ റെസിപ്പിയാണ്. തേങ്ങാ ചമ്മന്തി, പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്രത്യേകതരം ബട്ടർ, പിന്നെ ദോശയുടെ ഒരു ഫില്ലിങ്. എന്നാൽ ആ ദോശയുടെ ഫില്ലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ അപ്പവുമായിട്ട് നമ്മൾ കേരളത്തിൽ കഴിക്കുന്ന ആ ഒരു കറിയുടെ കൂട്ട് തന്നെയാണ് ഈ ദോശയുടെ അകത്തുള്ള ഫില്ലിങ്. എന്നാൽ തേങ്ങാ ചമ്മന്തിയും ഉണ്ട്. എന്നാൽ അപ്പത്തിൻ്റെ കൂടെ നമ്മൾ ബട്ടർ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ ബട്ടറും ഉണ്ട്. എന്താണേലും പൊളി സാധനം. സംഭവം ഒന്ന് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എന്താണേലും ഞാൻ ഒന്നിലൊതുക്കി. കാരണം ഒത്തിരി അങ്ങ് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് പിന്നെ അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ രസം അങ്ങ് പോകും. അങ്ങനെ അവിടുത്തെ ദോശയൊക്കെ കഴിച്ച്, ആ ദോശയ്ക്ക് 55 രൂപയാണ്. ദോശയൊക്കെ കഴിച്ച് ഞാൻ നടത്തം തുടർന്നു. ഈ കടയിരിക്കുന്നത് ഒരു ചെറിയ സ്ട്രീറ്റിലാണ്. ആ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് വലിയ റോഡുകളും അതിൻ്റെ ചുറ്റും മരങ്ങളും ഒരു പഴയ പോലീസ് സ്റ്റേഷനും, അങ്ങനെ ആകെപ്പാടെ ഒരു പഴമയുടെ ഓർമ്മയും ആണ് നമ്മുടെ മനസ്സിലോട്ട് ഇത് കൊണ്ടുവരുന്നത്. തിരക്ക് കുറഞ്ഞ റോഡ് കാണുന്നത് തന്നെ മനസ്സിനൊരാശ്വാസം. എല്ലാം കൊണ്ടും ഇതൊരു പെർഫെക്റ്റ് മോർണിംഗ് ആയിരുന്നു. പെർഫെക്റ്റ് ദോശ, പെർഫെക്റ്റ് നടത്തം, പിന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോഫി. എനിക്കിഷ്ടപ്പെട്ടു മൈസൂർ. ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ ലിസ്ണിംഗ് ടു മീ. I am Anna George. Bye bye.